ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ മലപ്പുറത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ജാംജൂം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ ഉള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ആണിത്. ഇവിടെ 2 ഫ്ലോറാണുള്ളത്. ഇപ്പം നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ ഈ സ്നാക്സ് ഐറ്റംസ് പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതും പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിലുള്ളത്. ജാംജൂമിന് ഇങ്ങനെ ഒരു മാള് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നു നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നുമില്ല, നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുമില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഫ്ലോറിനായിരുന്നു. ഇവിടെ ഈ ചോക്കോസ്, കോൺഫ്ലെക്സ്, മാഗി അതിൻ്റെയൊക്കെ കുറച്ച് വലിയ സെറ്റിന് അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ അങ്ങനെ വാങ്ങാറില്ല, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ബജി ഉണ്ടാക്കുന്ന മുളകില്ലേ, അത് വാങ്ങി. പിന്നെ ബീട്രൂട്ട് അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ മേലത്തെ സെക്ഷനിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ മറ്റേ ഗ്ലാസ് ജാറ്, ഗ്ലാസ് മഗ് അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് മെയിനായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ലാസ്റ്റ് മറന്നുപോയി. അതിപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്. എന്തായാലും അതിന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല. അത് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കുക, അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ, ഈ ടെഡി ബിയറിൻ്റെ. ഇതെല്ലാം കൂടി എനിക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട്. അതിൽ ഞാൻ ആ ഫസ്റ്റ് തൊട്ട നായില്ല, അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നായിനെ വളർത്തുന്നതേ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് പോസിബിൾ അല്ല. അപ്പം ഇങ്ങനത്തെ ടെഡി ബിയറിനൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ വാങ്ങണം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 8th അല്ല ഇപ്പം 9th. എന്നാലും ഞാൻ ഈ അടുത്തൊരു നല്ല പാവക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാനൊന്നും പോയില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല ഗൈസ്. ഈ നായ്ക്കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ശരിക്കുള്ള നായിനെ പോലെ തന്നെ വലിപ്പം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മറ്റേ ജേർണൽ പേജസ് ചെയ്യാൻ വേണ്ടി എടുത്ത ബുക്കാണ് കേട്ടോ. അവിടെ ബുക്കിൻ്റെ എനിക്ക് തോന്നുന്നു വലിയ കളക്ഷനൊന്നുമില്ല. ആകെ ഇതും വേറൊരു 2 ഡിസൈന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ബുക്സിൽ. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, അതുകൊണ്ട് അതങ്ങ് എടുത്തു. പിന്നെ നമുക്കൊരു വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് അത് കവർ ചെയ്യാനായിട്ട് മേലെ വന്നപ്പെടുത്ത കുറച്ച് ക്ലിപ്സാണ്. മെയിനായിട്ട് കുറേ ചെരുപ്പാണ് അതിൽ പെട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈദിൻ്റെ കുറേ മൈലാഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൈലാഞ്ചി എനിക്ക് ഇടയ്ക്കൊരു പ്രാന്തായതുകൊണ്ട് ഞാൻ അത് ഈ അടുത്ത ഒരു ട്യൂബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ഡോണറ്റ് വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തങ്ങ് കഴിച്ചു. എപ്പോഴും എവിടെ നിന്ന് ഒരു ചെറിയ വിശപ്പ് കയറി വന്നപ്പോൾ നമ്മളത് വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തങ്ങ് കഴിച്ചു. പിന്നെ നമ്മളിവിടെ കെയർ ബേക്സ് കയറി, അവിടെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളൊരു സമൂസയും കഴിച്ചു. അവിടുന്ന് നേരെ ഒരു ഐസ്ക്രീമും വാങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.